രാധേയകർണൻ അധ്യായം 23. പിതാവേ എന്ന വിളിയും അദ്ദേഹത്തിന്റെ പാദം തൊട്ട് വണങ്ങുന്നതും കൃപാചാര്യർ കണ്ടു. ഉടൻ മുന്നോട്ടാഞ്ഞ കൈ ഉയർത്തി അദ്ദേഹം ഒച്ചവെച്ചു. കർണൻ ഒരു സൂതപുത്രനാണ്. അവൻ യുവരാജാവായ അർജുനനുമായി ദ്വന്ദ്വയുദ്ധം നടത്താൻ പാടില്ല. കർണൻ മഹാരാജാവിന്റെ തേരാളിയുടെ മകനാണ്. ഈ പ്രഖ്യാപനം കേട്ട് യുവരാജാക്കന്മാരുടെ ഇടയിൽ നിന്നും ഭീമൻ തന്റെ ഗദയുമായി എഴുന്നേറ്റു. അവഗണനയോടെ വിരലുകൾ എന്റെ നേരെ ചൂണ്ടി അയാൾ പറഞ്ഞു, എന്ത്, സൂതപുത്രനോ? പിന്നെ ഈ വീരന്മാരുടെ കളറിൽ എന്തിനു വന്നു? കുലത്തിന് യോജിച്ച ചാട്ടയെടുക്കാൻ പറയൂ അവനോട്. യുവരാജാക്കന്മാരെല്ലാം അധിക്ഷേപിച്ച് പൊട്ടിച്ചിരിച്ചു. എങ്ങും ബഹളം വർദ്ധിച്ചു. ആളുകൾ പരസ്പരം ചെവിയിൽ മന്ത്രിച്ചു, സൂതപുത്രൻ, സൂതപുത്രൻ. എന്റെ മനസ്സ് നീറി വിലപിച്ചു. സിംഹാസനത്തിലിരിക്കെ തന്നെ ഈ ശബ്ദങ്ങളെല്ലാം ഒന്നിനൊന്ന് വർദ്ധിച്ച് എന്റെ കാതുകളിൽ മുഴങ്ങി. ഹസ്തിനാപുരിയിലെ സത്യാസത്യ വിവേകങ്ങളെല്ലാം കെട്ടടങ്ങിപ്പോയോ? ഹസ്തിനാപുരിയിൽ ന്യായന്യായങ്ങളുടെ തിരി അണഞ്ഞുപോയോ? ഈ കർണന്റെ തപിക്കുന്ന മനസ്സറിയാനുള്ള ശക്തി ഈ ഹസ്തിനാപുരിയിൽ ആർക്കുമില്ലേ? ധർമാവലംബികളായ വിതുരർ, ധൃതരാഷ്ട്ര മഹാരാജാവ്, ഭീഷ്മ പിതാമഹൻ ഇവരെല്ലാം ശിരസ് താഴ്ത്തി ഇതെല്ലാം കണ്ട് മൗനം പാലിക്കുന്നു. അവരോടുള്ള ആദരവിന്റെ സമസ്ത ഭാവങ്ങളും മാറ്റി നിർത്തി ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണ കിരീടം ധരിച്ച് ഉന്നത വേദിയിൽ കയറിയിരിക്കാൻ മാത്രമാണോ നിങ്ങൾ ജനിച്ചത്? ഈ ഹസ്തിനാപുരിയിലെ രാജവീതിയിലൂടെ വേഗതയുള്ള കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഓടാൻ മാത്രം ഉണ്ടായവരാണോ നിങ്ങൾ? നിങ്ങൾ എന്തേ ഇന്ന് മൗനം അവലംബിക്കാൻ? കർണനു നേരെയുള്ള ഈ അന്യായം നിങ്ങളെന്തേ വാക്കുകളാൽ തടയാത്തത്? ജനം ഉന്മത്തരായി വിളിച്ചു പറയുന്നു, സൂതപുത്രൻ. എന്തു ഭ്രാന്താണ് ഈ ജനങ്ങൾക്ക്? അല്പനിമിഷം മുമ്പ് കർണനെ അവർ അഭിമാനത്തിന്റെ ഉന്നതിയിലെത്തിച്ചു. ഉറച്ച സ്വരത്തിൽ അവർ ജയാരവം മുഴക്കി. ഇപ്പോഴവനെ നിന്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ തല കറങ്ങി. ശിരസിൽ അണിഞ്ഞ കിരീടം മണ്ണിൽ വലിച്ചെറിയാൻ ആശിച്ചു. ആകാശത്തിൽ ഗുരുദേവൻ നിൽപ്പുണ്ട്. ആഘാതമേറ്റ എന്റെ മനസ്സ് ചോദിച്ചു, ഗുരുദേവ, അങ്ങ് ഉയരത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങുണ്ടായിട്ടും ഞാൻ ഘോരമായ അപമാനം സഹിക്കേണ്ടി വന്നിരിക്കുന്നു. ഞാനെങ്ങനെ സൂതപുത്രനായി തീർന്നു? സാരഥിയായെങ്കിൽ അതെന്റെ കുറ്റമാണോ? കർണൻ സ്വയം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അതെ, ഞാൻ സൂതപുത്രൻ തന്നെയാണ്. എന്റെ മാതാപിതാക്കളിൽ എനിക്ക് അഭിമാനമാണുള്ളത്. എന്റെ അംഗോപാംഗങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് എന്റെ മാതാവിന്റെ വാത്സല്യമാണ്. ഇന്നും എന്റെ മാതാവിന്റെ നാമത്തിൽ ജനങ്ങൾ എന്നെ രാധേയൻ വിളിക്കാറുണ്ട്. അപ്പോഴാണ് എന്റെ മനസ്സ് സംതൃപ്തമാകുന്നത്. ഏതു ധിക്കാരികളാണ് പറഞ്ഞത്, സ്വന്തം മാതാപിതാക്കളെ പരിചയപ്പെടുത്തിയാൽ അത് അപമാനപരമാകുമെന്ന്? എന്റെ സാമർഥ്യവും എന്റെ ജാതിയും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? പർവ്വതങ്ങളെ ഇളക്കി മറിക്കുന്ന ജലപ്രവാഹത്തോട് ആരും ചോദിക്കാറില്ല അതിന്റെ സ്രോതസ് എവിടെയാണെന്ന്. അതിന്റെ ശക്തി തന്നെയാണ് അതിന്റെ മഹത്വം പരിചയപ്പെടുത്തുന്നത്. ശിവന്റെ ശിരസിൽ അണിഞ്ഞിട്ടുള്ള കമലപുഷ്പത്തോട് ആരും തന്നെ ചോദിക്കാറില്ല നിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന്. അതിന്റെ സൗന്ദര്യം തന്നെയാണ് അതിന്റെ ഗോത്രം. പിന്നെ എന്നോടെന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? പറയൂ. മഹാനായ പരശുരാമൻ ജന്മത്തിലൂടെയാണ് ബ്രാഹ്മണൻ. കർമ്മത്തിലൂടെ അദ്ദേഹം ക്ഷത്രിയനാണ്. ഒരാളുടെ സാമർഥ്യത്തിനാണ് മഹത്വം കൽപ്പിക്കേണ്ടത്, അയാളുടെ ഗോത്രത്തിലോ വംശത്തിലോ അല്ല. എന്തുകൊണ്ട് ഒരു സൂതപുത്രന് യോദ്ധാവാകുവാൻ കഴിയില്ല? ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഏവരും മൗനം അവലംബിച്ചു. കർണൻ വേദനയോടെയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ദുര്യോധനൻ ഇടതു കൈകൊണ്ട് എന്റെ പുറം തലോടി. വലതു കൈയുടെ മുഷ്ടി ചുരുട്ടി അയാൾ പറഞ്ഞു, ഓർമ്മിച്ചോ, കർണൻ അംഗരാജാവാണ്, ദുര്യോധനന്റെ മിത്രമാണ്. അയാളുടെ കലങ്ങിയ കണ്ണുകളിൽ തീ പാറി. അയാൾ വീണ്ടും ഉറക്കെ പറഞ്ഞു, ഇത് കുരുവംശത്തിലെ വീരന്മാരുടെ കളരിയാണ്. ഇവിടെ ഏതെങ്കിലും വീരനെ അപമാനിച്ചാൽ അത് ഒരിക്കലും സഹിക്കാവതല്ല. ഇന്നത്തെ മത്സരം അവസാനിച്ചിരിക്കുന്നു. നഗരവാസികൾക്ക് തിരിച്ചു പോകാം. ഗുരുദ്രോണന്റെ നേരെ നോക്കാതെ അയാൾ മത്സരം അവസാനിപ്പിച്ചു. എന്റെ മനസ്സ് തരളിതമായി. ആവേശത്താൽ ഞാൻ ദുര്യോധനെ കൈക്കുള്ളൊതുക്കി. ഇന്നു മുതൽ കർണൻ യുവരാജാവായ ദുര്യോധനന്റെ മിത്രമാണ്. തന്റെ പുരുഷാർത്ഥം, ശരീരം, മനസ്സ്, അസ്ത്രവിദ്യ എല്ലാം യുവരാജാവായ ദുര്യോധനു വേണ്ടിയാണ്. അയാളുടെ കൈ എന്റെ കൈക്കുള്ളിൽ വെച്ച് സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, രാജകുമാര,
അംഗരാജാവായ കർണൻ വാക്ക് തരുന്നു, ധൈര്യസമേതം താങ്കൾ എന്നെ സഹായിച്ചു. അതേ ധൈര്യത്തോടെ ഞാൻ താങ്കളുടെ പിറകിലുണ്ടാകും. പ്രാണൻ പോയാലും ഞാൻ എൻ്റെ വാക്കിൽ ഉറച്ചിരിക്കും. ഞാനും വൃഷാലയും പിതാവും ദുര്യോധനും മണ്ഡപത്തിൽ നിന്നിറങ്ങുകയായി. പടിഞ്ഞാറ് അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യദേവനെ അന്തിമാഭിവാദ്യം ചെയ്യണമെന്നോർത്ത് ഞാൻ അങ്ങോട്ട് നോക്കി. സൂര്യനുമീതെ ഒരു കരിമേഘ കീറ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അംഗരാജ്യത്തെ രാജാവായ എന്നതുകൊണ്ട് ഞാൻ ഒരു ഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ആ രാജപദവി ദുര്യോധന്റെ കൃപ കൊണ്ട് കിട്ടിയതാണെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ആരുടെയെങ്കിലും ദയ കൊണ്ട് ഇങ്ങനൊരു രാജപദവി നേടണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല. രാധേയ കർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.